യുകെയിൽ എനിക്ക് സംഭവിച്ച ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2024 യുകെയിലെ പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ കയ്യിൽ നിന്നും ഞാനൊരു സിം കാർഡും അതുപോലെ തന്നെ ഒരു വൈഫൈയുടെ കണക്ഷനും എടുക്കുകയാണ്. 24 മാസത്തെ കോൺട്രാക്റ്റാണ്, അത് മന്ത്ലി പേയ്മെൻ്റ് ആണ്. അങ്ങനെ ഞാൻ മന്ത്ലി പേയ്മെൻറ്റ് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2025 ഒരു ദിവസം രാവിലെ 10 മണിയോട് കൂടി എനിക്കൊരു കോള് വരികയാണ്. യുകെയിൽ ഇതുപോലെ ഒരുപാട് കോളുകൾ കിട്ടും. അതായത് പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് സംബന്ധിച്ച് അങ്ങനെയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് കോളുകൾ കിട്ടും. അപ്പോൾ ഇതെല്ലാ കോളുകളും ഫേക്കാണ് അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റിക്കുള്ളതാണോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നമ്പർ കണ്ടു. നമ്പർ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്ഥാപനത്തിൻ്റെ നമ്പറാണ്. അങ്ങനെ ഞാൻ എടുത്തു. പറഞ്ഞു ഞാൻ സിം കാർഡും അതുപോലെ തന്നെ വൈഫൈ എടുത്ത പ്രൊവൈഡറിൽ നിന്നാണ് ഈ കോൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തില്ല, കോൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ അഡ്രസ്സ് ഇതല്ലേ, നിങ്ങളുടെ പേര് ഇതല്ലേ, അതുപോലെ തന്നെ എൻ്റെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു. എല്ലാം നമ്മുടെ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു. അതെല്ലാം ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജെന്യുവൻ ആയിട്ടുള്ള കോളാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ്, എല്ലാ മാസവും കൊടുക്കുന്ന റേറ്റ് ഇത്രയല്ലേ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. സിം കാർഡും അതുപോലെ തന്നെ വൈഫൈയുടെയും കൃത്യമായ റേറ്റ് അവർ പറഞ്ഞു. പിന്നീട് അവർ പറയുകയാണ് ഈ കമ്പനിയുടെ നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഡിലേ ഒന്നും വരുത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓഫറിൻ്റെ പ്രൈസായിട്ടുള്ള പുതിയ പ്രൈസിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ £1 അഡ്വാൻസ് ആയിട്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പുതിയ പ്രൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം മുതൽ 10% ഡിസ്കൗണ്ടിലായിരിക്കും നിങ്ങളുടെ രണ്ടും വൈഫൈയും അതുപോലെ തന്നെ ഈ സിം കാർഡും വരാൻ പോകുന്നത്. അപ്പം ഞാൻ ജെനുവിനായിട്ട് തോന്നി. അതിൽ മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നില്ല. അങ്ങനെ ഞാൻ £1 എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ആണ്. അപ്പോഴും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു തട്ടിപ്പ് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു. കൃത്യമായിട്ട് അവർ £1 എടുത്തിട്ട് പിന്നെ അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു പേയ്മെൻറ്റ് എടുത്തു, £1 എടുത്തു. £1 എടുത്ത ശേഷം അവർ വീണ്ടും എനിക്കതിന് ഇമെയിലും കിട്ടി. ആ ഇമെയിൽ ഞാൻ ചെക്ക് ചെയ്തു. ഇമെയിൽ വളരെ കൃത്യമായിട്ടുള്ള ഇമെയിലാണ്. മുമ്പ് എങ്ങനെയാണോ അവർ ആ ഒറിജിനൽ കമ്പനി ഇമെയിൽ അയച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ എന്നല്ല, അത് തന്നെയാണ് ഇമെയിൽ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതിനുശേഷം ഞാനത് കൺഫേം ചെയ്തു. കൺഫേം ചെയ്ത ശേഷം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, ഐഫോൺ ആണോ അതോ സാംസങ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐഫോണാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ആപ്പിളിൻ്റെ വാച്ച് സെക്കൻഡ് ജനറേഷൻ SE ആപ്പിൾ വാച്ച് SE നിങ്ങൾക്ക് ഗിഫ്റ്റ് ഹാമ്പറായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഇത് തട്ടിപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, നിങ്ങൾക്ക് കോൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പറഞ്ഞു അങ്ങനെയല്ല, ഇത് നിങ്ങളൊരു ലക്കി ഡ്രോ വിന്നറാണ് നിങ്ങൾ, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിളിൻ്റെ വാച്ച് നിങ്ങൾക്ക് പ്രൈസായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഓൾറെഡി വാച്ചുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവർ നിർബന്ധിച്ചു നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന നിങ്ങൾ എന്തിനാണ് കളയുന്നത്, കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്ലാക്ക് കളർ ഞാൻ എന്തായാലും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. അവർ പറഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പറായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ വാച്ചും എത്തുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ശരി, കോള് കട്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം എനിക്ക് ഇതേപോലെ ഈ ഒരു പാർസൽ കിട്ടുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആ പാർസൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പാർസൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഈ രാവിലെ ഒരു 10 മണിയോട് കൂടി റോയൽ മെയിലിൽ നിന്ന് എനിക്ക് അതിൻ്റെ പാർസൽ കിട്ടി. അപ്പോൾ അതിന് DHLൻ്റെ കവറാണ്, നല്ല പാക്കേജിംഗ് ആണ്. ഞാനത് പൊട്ടിച്ച് നോക്കി. പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഞാനൊരു കാര്യം കാണുന്നത്, ഇത് വാച്ചല്ല, ഇത് ആപ്പിളിൻ്റെ iPhone 17 Pro മൊബൈലാണ്. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഓർഡർ ചെയ്തല്ല, അതായത് അവർ ഗിഫ്റ്റ് ഹാമ്പറായിട്ട് തരാമെന്ന് പറഞ്ഞത് ആപ്പിൾ വാച്ചാണ്, പക്ഷേ ഇത് 17 Pro ആണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ എടുത്തു. തലേദിവസം എന്നെ വിളിച്ച നമ്പറുണ്ട്, അപ്പോൾ അതേ നമ്പറിലേക്ക് എന്നെ തിരിച്ച് വിളിച്ചു. കാരണം അവർ 2 പ്രാവശ്യമായിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വിളിക്കുമ്പോൾ തന്നെ അവരെൻ്റെ നമ്പർ റെക്കഗ്നൈസ് ചെയ്തിട്ട് എൻ്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പ്രൈസ് കിട്ടി, അതായത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ iPhone 17 Pro ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു, ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ശരി, ഞാൻ ഹോൾഡ് ചെയ്തിട്ട് അവരെന്നെ വീണ്ടും കണക്ട് ചെയ്ത ശേഷം അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ
ഓർഡർ എടുത്ത സമയത്ത് തെറ്റായി മറ്റൊരാളാണ് ഈ iPhone 17 ഓർഡർ ചെയ്തത്, നിങ്ങളല്ല. അത് തെറ്റായ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതാണ്. അപ്പം അത് ഞങ്ങൾ തിരുത്തി, അത് നിങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഇമെയിൽ കൂടി ഒന്ന് എടുത്തു നോക്കി. ഇമെയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അന്ന് രാവിലെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആ ഇമെയിലിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലൊരു ഇൻവോയ്സ് ആണത്. ആ ഇമെയിലിൽ താങ്ക് യു ഫോർ ഓർഡറിങ് iPhone 17 Pro എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നൊരു ഇമെയിലാണ്. അതിൽ ഒരു ഇൻവോയ്സും ഉണ്ട്, അതിലെൻ്റെ പേരുണ്ട്, അഡ്രസ്സുണ്ട്, എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പം നിലവിൽ ഞാൻ ഈ iPhone 17 Pro ഓർഡർ ചെയ്തതായിട്ടാണ് ഇമെയിൽ വന്നിരിക്കുന്നത്. ആ നെറ്റ്വർക്ക് പ്രൊവൈഡറെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഇതിന് മുമ്പ് വന്ന ഇമെയിൽ പോലെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തൊക്കെയോ ഒരു തട്ടിപ്പിൻ്റെ ഒരു മണം വന്നു എനിക്ക്. പെട്ടെന്ന് ഞാൻ ഇവരെ ഒന്നും കൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇമെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അവർ അന്ന് പറഞ്ഞു, അത് ശരിയാണ്, ഞങ്ങൾ ആ ഇമെയിൽ നിങ്ങൾക്ക് അറിയാതെ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യും, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഞങ്ങൾ തരുന്ന ഒരു QR കോഡുണ്ട്, ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിലേക്ക് ഈ ഫോൺ നിങ്ങൾ തിരിച്ചയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വാട്സപ്പ് നമ്പറിലേക്ക് അവർ QR കോഡ് അയച്ചു തന്നു. ആ QR കോഡ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ഈ മൊബൈൽ അവിടെ സബ്മിറ്റ് ചെയ്തു. വന്ന അതേ പാക്കേജ് അല്ല, DHLൻ്റെ പാക്കേജിൽ നിന്ന് അഴിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഈ മൊബൈൽ ഇട്ടത്. അതിനുശേഷം അത് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു. ഈ QR കോഡ് അവർ പോസ്റ്റ് ഓഫീസിൽ സ്കാൻ ചെയ്തു. അപ്പോൾ അവർക്ക് അഡ്രസ്സ് കിട്ടി. അതിൻ്റെ പേയ്മെൻറ്റ് അവർ തന്നെ കൊടുത്തതാണ്, എനിക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ നേരെ ഈ പാർസൽ അവരുടെ അഡ്രസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഞാൻ യൂട്യൂബ് എടുത്തു. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഈ നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ പേരടിച്ചു കൊടുത്തിട്ട് ഇങ്ങനൊരു സ്കാം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. ഒരു 3-4 വീഡിയോ കഴിഞ്ഞപ്പോൾ ഇതേ രീതിയിൽ തന്നെ പറ്റിക്കപ്പെട്ട മറ്റൊരാളുടെ വീഡിയോ വന്നു. അത് 2 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ 2 വർഷത്തിന് ശേഷവും ഇതേ സ്കാം നടക്കുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥം. അങ്ങനെ ഈ വീഡിയോ കണ്ട ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ വളരെ വ്യക്തമായി തന്നെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇനി എന്താ ചെയ്യുക. കാരണം ഈ ഇമെയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, ഈ പേയ്മെൻറ്റ്, അതായത് ഈ ഇൻവോയ്സിൻ്റെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്നും എല്ലാ മാസവും കട്ട് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ ഈ നമുക്ക് വന്ന ഫോൺ നമ്മൾ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. അയച്ച ശേഷം ഇത് അവരുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും. അപ്പോൾ ഈ ഫോൺ അവരുടെ കയ്യിലുണ്ട്, ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് നമ്മൾ. അതാണ് ഈ തട്ടിപ്പിൻ്റെ പിന്നെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള ചിത്രം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് വന്ന ആ കോളിൽ വന്ന നമ്പറിലേക്ക് ഞാൻ വീണ്ടും വിളിച്ച ശേഷം ഞാൻ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല. അപ്പോൾ ഈ നമ്പറിലേക്ക് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, റെസ്പോൺസ് ഒന്നുമില്ല. ഞാൻ അന്നത്തെ ദിവസം വെയിറ്റ് ചെയ്തു. അന്ന് ഒരു വൈകുന്നേരമായി, കാരണം അന്ന് പുറത്ത് ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ ഇതേ നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ ഒരു കസ്റ്റമർ കെയർ ഓഫീസുണ്ട് ഞാനുള്ള ടൗണിൽ. അങ്ങനെ ഞാൻ ആ ടൗണിൽ പോയി. അവിടെ ചെന്ന് അവരുടെ അടുത്ത് ഈ പാർസൽ വന്നതിൻ്റെ ആ ഒരു ബോക്സ്, ആ റെസിപ്റ്റും, പിന്നെ ഞാൻ തലേദിവസം തിരിച്ചയച്ച റെസിപ്റ്റ്, അതുപോലെ തന്നെ എനിക്ക് വന്ന ഇമെയിൽസ്, ഇതിൻ്റെ ബാക്കപ്പ് കാര്യങ്ങൾ ഒരു ഹോം സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഞാൻ പോയി അവരുടെ അടുത്ത് പോയി അവിടുത്തെ മാനേജറെ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത ശേഷം അയാൾ ഓപ്പൺ ചെയ്തു. ചെക്ക് ചെയ്യുമ്പം അവരുടെ വെബ്സൈറ്റിൽ ഞാൻ ഈ ഫോൺ ഓർഡർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞു നിങ്ങൾ ഈ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഞാനല്ല ഓർഡർ ചെയ്തത്, ഇങ്ങനൊരു കോൾ വന്നു. അപ്പോൾ അവർ ആ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ആ നമ്പറും സാധാരണ ആ കമ്പനിയിൽ നിന്ന് വിളിക്കുന്ന അതേ നമ്പർ തന്നെയാണ്, അതിലും മാറ്റമൊന്നുമില്ല. പിന്നീട് ഇയാൾ വീണ്ടും കുറേ ഇൻവെസ്റ്റിഗേഷനും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ വീണ്ടും ഞാൻ ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ കൂടി ഇയാളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ വീഡിയോ ഇയാളും കൂടെ നോക്കുന്ന സമയത്ത് ഈ മാനേജർ ഈ വീഡിയോ കണ്ട സമയത്ത് മാനേജർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇതിലെന്തോ നടന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ തന്നെ മെയിൻ ഓഫീസിലേക്ക്, ഹെഡ് ഓഫീസിലേക്ക് ഇയാൾ ഫോൺ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും അവർ ചെക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലായത്
ഈ സ്കാമേഴ്സ് ശരിക്കും അവരുടെ വെബ്സൈറ്റിൽ ഹാക്ക് ചെയ്ത് കയറിയ ശേഷം കസ്റ്റമറുടെ ഇൻഫർമേഷൻ എടുത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ആ ഒരു പൗണ്ട് പേയ്മെൻറ്റ് വാങ്ങിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോൺ വാങ്ങിക്കുന്ന ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ടാണ് 1 പൗണ്ട് അവർ യൂസ് ചെയ്തേക്കുന്നത്. അല്ലാതെ നമ്മുടെ താരിഫ് കുറച്ച് തരാൻ വേണ്ടിയിട്ടല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പേയ്മെൻറ്റ് കുറച്ച് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് വ്യാജേന അവർ ഈ ഫോൺ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുകയാണ്. അത് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി നീ ജെന്യുവിൻ ആയിട്ടുള്ള ഇതാണ്, നീ ഓർഡർ ചെയ്തിട്ടില്ല, ഇതിങ്ങനെ നടന്നിട്ടുണ്ട്, പേടിക്കണ്ട, ഞങ്ങളൊരു ഫ്രോഡ് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫ്രോഡ് ടിക്കറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഒരു ലെറ്റർ വന്നു അവരുടെ കയ്യിൽ നിന്ന്, ഇങ്ങനെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നിങ്ങളുടെ അക്കൗണ്ടിൽ നടന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അവിടെയും പ്രശ്നം, എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് കൊടുത്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഭാവിയിൽ ഇത് വരാം, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കാർഡ് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ ചേഞ്ച് ചെയ്തില്ല. ശരിക്കും ഞാൻ വിചാരിച്ചു ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടി ഇത് നിർത്തി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെ കാർഡ് ചേഞ്ച് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും 1-2 നമ്പർ എൻ്റെ അക്കൗണ്ടിൽ തന്നെ അവർ ആഡ് ചെയ്ത ശേഷം പുതിയതായി സിം കാർഡ് അവരെടുത്തു എൻ്റെ ID വെച്ചിട്ട്. എടുത്ത ശേഷം വീണ്ടും ഇതുപോലെ 1-2 ഫോൺ വീണ്ടും ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇമെയിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇമെയിലുമായി ഞാൻ വീണ്ടും പോയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഏറ്റവും നല്ലത് ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നതാണ്. അതായത് അവർക്ക് വീണ്ടും തടയാൻ പറ്റുന്നില്ല, ആ വെബ്സൈറ്റിൽ ഇതുപോലെ ഹാക്കേഴ്സ് കയറുന്നത് അവർക്ക് തടയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനത് മുഴുവനായിട്ടും ക്ലോസ് ചെയ്തു. ഈ സിം കാർഡും ക്ലോസ് ചെയ്തു, വൈഫൈയും ക്ലോസ് ചെയ്തു. പോരാത്തതിന് പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നെ ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്ത ശേഷവും പിന്നെ എനിക്ക് 1-2 ആഴ്ച ഇവരുടെ ഇമെയിൽ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് അത് ഞാൻ കാർഡ് ബാങ്കിൽ പറഞ്ഞ് കാർഡ് ചേഞ്ച് ചെയ്തു. ഡയറക്റ്റ് ഡെബിറ്റ് ഉണ്ടായിരുന്നു ഈ നെറ്റ്വർക്ക് പ്രൊവൈഡറുമായിട്ട്, അതും ബാങ്ക് ക്ലോസ് ചെയ്തു തന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ഏതാണ്ട് 1.5 മാസം ഞാൻ പുറകെ നടന്ന് പലതവണ ഇവരുടെ ഓഫീസിൽ പോയി പുറകെ നടന്നുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നിന്നും എനിക്കൊന്ന് ഊരിപ്പോരാൻ പറ്റിയത്. അപ്പോൾ ഇത് ആർക്കും സംഭവിക്കാം. ഒരുപക്ഷെ നിങ്ങൾ UK ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ താരിഫ് കുറച്ച് തരാമെന്ന് പറഞ്ഞുള്ള കോളുകളോ വരുന്ന സമയത്ത് ജെന്യുവിൻ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളത് ക്യാൻസൽ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഇതുപോലെ കസ്റ്റമർ സർവീസ് സെൻ്ററിൻ്റെ ഓഫീസിൽ പോയി നമ്മൾ ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുക. നമ്മൾ ഗൂഗിൾ ചെയ്ത ശേഷം ഇവരുടെ ഇത് നമുക്ക് കാണാൻ പറ്റും, കസ്റ്റമർ കെയർ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സത്യത്തിലുള്ള എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവർ ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ എന്ന് അവർ പറഞ്ഞു തരും. നേരെ മറിച്ച് ആ കോൾ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതുപോലെ ഒരു ഓഫറും നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഓഫറും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള വലിയ ചതികളുണ്ട്. ഇപ്പം ഞാൻ ആ ഫോൺ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാസവും എൻ്റെ പേരിൽ ആ ബില്ല് വരും, ആ ഫോൺ എൻ്റെ കയ്യിലിരിക്കും. അവർക്ക് ആ ഫോൺ തിരിച്ച് കിട്ടാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. പക്ഷേ ഒരു ഫോണുള്ള എനിക്കൊരു അഡീഷണൽ ഒരു ഫോണും കൂടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷേ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാ മാസവും എൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോവുകയും ഫോൺ അവർ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഓർഡർ ചെയ്ത ഫോൺ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ഓർഡർ ചെയ്ത ഫോണ് ഈ നെറ്റ്വർക്ക് പ്രൊവൈഡർ ബ്ലോക്ക് ചെയ്തു. ഇനി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഫോൺ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോൺ അവരുടെ അഡ്രസ്സിൽ അവർക്ക് കിട്ടി. ആ അഡ്രസ്സിൽ ഇപ്പോൾ നമ്മൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ അഡ്രസ്സ് 1-2 ദിവസം ടെമ്പററി അഡ്രസ്സ് മാത്രമാണത്. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ അഡ്രസ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു ടെമ്പററി അഡ്രസ്സ് മാത്രമാണ്, അത് ചെറിയൊരു ഓഫീസ് മാത്രമാണ്. ഇങ്ങനെ കുറേ പേരുടെ നിന്ന് ഫോൺ കളക്ട് ചെയ്ത ശേഷം ഈ ഫോണുമായിട്ട് ഇവർ മുങ്ങും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഫോൺ നമുക്ക് ആർക്കും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പോലീസിനും കിട്ടില്ല, ആർക്കും കിട്ടില്ല ഈ ഫോൺ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിലെത്തും. ഇത് ഉപയോഗിക്കുകയല്ല, ഇത് പൊളിച്ച് പാർട്സായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ വേറെ, ക്യാമറ വേറെ, അങ്ങനെ ഓരോ പാർട്സായിട്ട് പുതിയ ഫോണാണ്, ഫ്രഷ് ഫോണാണ്, ഇതുവരെ ഉപയോഗിക്കാത്ത ഫോണാണ്. ആപ്പിളിന് സ്വാഭാവികമായിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ പൊളിച്ച് പല പാർട്സായിട്ട് അവർ പല രീതിയിൽ, ചിലപ്പോൾ ഹോങ്കോങ്ങിലായിരിക്കും, ചിലപ്പോൾ ദുബായിലായിരിക്കും, ചിലപ്പം ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും ഈ ഫോൺ എത്തി. ചിലപ്പോൾ അതിൻ്റെ ലോക്ക് തുറക്കാൻ പറ്റുന്ന ടെക്നോളജി ഉള്ളവരും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കുക. നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു തട്ടിപ്പ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ 1 പൗണ്ട് മാത്രമാണ്.
വേറെ ഒന്നും സംഭവിച്ചില്ല. ആ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എടുത്ത 1 പൗണ്ട് മാത്രമാണ്. പക്ഷേ ഞാൻ കൃത്യമായ ഇടപെടൽ നടത്തി അത് ബ്ലോക്ക് ചെയ്ത് പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് ആ പേയ്മെൻറ്റ് പോകാതിരുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ മാസത്തെയെങ്കിലും പോയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാർ അറിയുക. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറ്റിയ മറ്റൊരു ബുദ്ധിമുട്ട് ഏതാണ്ട് 1.5 മാസം ഇതിൻ്റെ പുറകെ നടക്കേണ്ട വന്നു. കൂടാതെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം കാർഡ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നു. അതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈഫൈ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ആ നെറ്റ്വർക്ക് പ്രൊവൈഡറെ ഞാൻ ഒഴിവാക്കി. ഞാൻ പുതിയ കണക്ഷനും പുതിയ വൈഫൈയുടെ കണക്ഷനും എടുത്തു. ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എനിക്ക് കൂടുതലായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോയിലൂടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ആഗ്രഹമുണ്ട്. താങ്ക് യു.